നമസ്കാരം, ഞാൻ ഡോക്ടർ തുഷാൻ തോമസ്, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എൻഡോക്രിനോളജി വിഭാഗം ചീഫ് കൺസൾട്ടൻ്റ് ആണ്. പ്രമേഹം എന്ന അസുഖത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് നമ്മുടെ കാലുകൾക്ക് വരുന്ന വ്യതിയാനം വരുന്നത് പ്രധാനമായിട്ടും നാഡീവ്യൂഹങ്ങൾക്കും കാലിലോട്ടുള്ള രക്തയോട്ടത്തിനുമാണ്. ഇത് രണ്ടിൻ്റെയും പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാലിൽ ഒരിക്കലും ഉണങ്ങാത്ത രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാവുക, രക്തയോട്ടം കുറഞ്ഞിട്ട് കാലിൻ്റെ ചില ഭാഗത്ത് കറുപ്പ് നിറം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുന്നതാണ് ഏറ്റവും നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നാൾ നമ്മൾ ചികിത്സിച്ചിട്ട് നേരെയാവുന്നെങ്കിൽ ചിലപ്പോൾ കാല് അല്ലെങ്കിൽ വിരലുകൾ മുറിച്ചു മാറ്റേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരും. അപ്പോൾ ഇതിലോട്ടൊന്നും പോവാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. എല്ലാ ഡയബറ്റീസ് രോഗികളും കാലിൻ്റെ ശുശ്രൂഷ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഡയബറ്റീസ് കൺട്രോൾ ആയിരിക്കണം, അത് ഒന്നാമത്തെ കാര്യം. അല്ലാതെ കാലിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും ഒരു ചെരുപ്പിട്ട് മാത്രമേ നടക്കാവൂ. കാലിലൊരു പാദരക്ഷ ഇല്ലെങ്കിൽ, നമ്മുടെ സ്പർശനശേഷി കുറവാണെങ്കിൽ കാലിൽ എന്തെങ്കിലും ചെറിയ ഒരു മൂർച്ചയുള്ള ഒരു വസ്തു കൊണ്ടു കയറിയാൽ പോലും നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ എവിടെ പോയാലും ചെരുപ്പിട്ട് മാത്രമേ നടക്കാവൂ. നമ്മൾ പിന്നെ പലപ്പോഴും കാണുന്നത് ഈ ചെരുപ്പിടാതെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പുറത്ത് റോഡുകളിൽ കൂടെയോ ഒക്കെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ അവർക്ക് ചൂട് അറിയണമെന്നില്ല. നല്ല ചൂട് കാലാവസ്ഥയിൽ നടക്കുമ്പോൾ കാലിൻ്റെ അടിവശം പൊള്ളും. അവർ പക്ഷേ കുറേ നേരം കഴിഞ്ഞായിരിക്കും അത് അറിയുന്നത്. അതുപോലെ ബൈക്കിൻ്റെ സൈലൻസർ ഇവിടെയൊക്കെ തട്ടി കാല് പൊള്ളലേക്കുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഡയബറ്റീസ് രോഗികൾ അവർക്ക് എപ്പോഴും ഒരു പാദരക്ഷ ഉണ്ടായിരിക്കണം. വീട്ടിനകത്ത് പോലും പാദരക്ഷ ഇട്ടേ നടക്കാവൂ. പുറത്ത് പോകുമ്പോൾ എന്തായാലും പാദരക്ഷ ഇല്ലാതെ നടക്കരുത്. അത് പാദരക്ഷയാണെങ്കിലും പുറകിൽ കെട്ടുള്ള ടൈപ്പ് ചെരുപ്പിടുന്നതാണ് നല്ലത്. പലപ്പോഴും സ്പർശനശേഷി കുറവായതുകൊണ്ട് കാലിന് ചെരുപ്പ് ഊരിപ്പോയാൽ രോഗി അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഓൾറെഡി നടന്നു കഴിഞ്ഞ് കാണും. അപ്പോൾ ആ സമയത്തും കാലിൽ എന്തെങ്കിലും കൊണ്ടുകയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിൽ സ്ട്രാപ്പ് കെട്ടുള്ള ടൈപ്പ് ചെരുപ്പിടുന്നതാണ് നല്ലത്. പിന്നെ എല്ലാ ദിവസവും കാലിൻ്റെ അടിവശം സ്വയം പരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറിയ മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണമെന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും കാലിൻ്റെ അടിവശം വേറെ ഒരാളിനെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ണാടി വെച്ചിട്ടോ നോക്കി ചെറിയ മുറിവുകളോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ ചികിത്സ തേടേണ്ടതാണ്. നഖം വെട്ടുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും ഡയബറ്റിക് രോഗികൾ നഖം വെട്ടുമ്പോൾ കാല് മുറിയാറുണ്ട്. അതും അത്ര നല്ലൊരു കാര്യമല്ല. കാരണം ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി വരാനും സമയമെടുക്കും. അപ്പോൾ നഖം വെട്ടാൻ പാടാണെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ പൊഡിയാട്രി എന്നൊരു വിഭാഗമുണ്ട്. നമുക്ക് പൊഡിയാട്രിസ്റ്റ് 2 പേരുണ്ട്. അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പൊഡിയാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ചിട്ട് നഖം വെട്ടുന്നതായിരിക്കും വളരെയധികം നല്ലത്. പിന്നെ കാലിൻ്റെ രക്തയോട്ടം എപ്പോഴും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവിടുത്തെ കാലിലെ രക്തയോട്ടം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് അവിടുത്തെ പറയണം. കുറച്ച് ദൂരം നടക്കുമ്പോൾ കാലിൻ്റെ മസിലിന് വേദന തോന്നുക, നിൽക്കേണ്ടി വരിക, നിന്ന് കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ ആ ഒരു പ്രയാസം കുറയുന്നതായിട്ട് കാണുക, വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് നിൽക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ രക്തയോട്ടം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പറയേണ്ടതാണ്. പിന്നെ കാലെപ്പോഴും കുറച്ചൊരു നനവോടെ വെക്കണം. എന്ന് പറഞ്ഞാൽ ഡ്രൈ ആവരുത്. ഡ്രൈ സ്കിൻ വരുമ്പോഴാണ് അതിൽ പൊട്ടൽ വരാനും അതുവഴി അണുക്കൾ അകത്തേക്ക് കയറാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് സാധാരണ നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. മുട്ടിന് കീഴെ അങ്ങ് പാദം വരെ 2 കാലിലും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കാല് ചെറിയൊരു നനവോടെ വെക്കുന്നത് നല്ലതായിരിക്കും. ഡയബറ്റീസ് രോഗികളിൽ കാലിൽ വ്രണം ഉണ്ടാവുക, രക്തയോട്ടം കുറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ചെരുപ്പിടാതെ നടക്കരുത്. വീട്ടിനകത്തും ഒരു ചെരുപ്പിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. എന്നും കാലിൻ്റെ അടിവശം നോക്കണം. നഖം വെട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാലിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് ചെറിയൊരു നനവോടെ വെക്കണം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, സ്പർശനശേഷി കുറയുന്നതായിട്ട് തോന്നുകയോ രക്തയോട്ടം കുറയുന്നതായിട്ടോ തോന്നുന്നെങ്കിൽ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് അത് പറഞ്ഞ് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയോ വേണ്ട ചികിത്സ നേടുകയും ചെയ്യണം. നന്ദി.